കുറേ പേര് ഞാൻ വരുന്നതിന് മുന്നേ പറഞ്ഞു ഇവിടെ അതിനകത്ത് വിളിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ ചിന്ത ഒരു ദിവസം, കാരണം ഒരുപാട് ദിവസം നിൽക്കത്തില്ല എൻ്റെ മനസ്സ് പറയുന്നത്. ഒരു ഹോസ്റ്റലിൽ ഒരു 2 മാസം കൂടുതൽ അല്ലെങ്കിൽ 1 വർഷം ഞാൻ നിൽക്കുന്ന ഒരാളല്ല, എനിക്കറിയാം. എവിടെ പോലും നിർത്തി വരുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികം. നിന്നെ ആര് വിളിക്കാനാടി, ഒരു ദിവസം പോലും നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നവരുടെ മുന്നിൽ എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രൂവ് ചെയ്ത് തെറ്റിപ്പോയി. തൂറ്റ് പിന്മാറുക എന്ന് പറയുന്നത് അതിപ്പോ പ്രൂവ് ചെയ്യാൻ പോയത് തിരിഞ്ഞു പോയി. ഇനിയിപ്പോ എന്താ അവരോട് ഉത്തരം പറയാം? സത്യം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ഇവർ പറയത്തില്ല. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഞാനിത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ഇത് അറിയുന്നത് വിഷയം. അത് ചെയ്യണം, മിങ്കിൾ ചെയ്യാൻ പോകത്തോണ്ടല്ലോ, അവരുടെ പ്രശ്നമല്ലല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജിഷ്ണേട്ടൻ പിന്നെ എന്താ പറയാ, ആദ്യം ഇങ്ങനെ കളിയാക്കി പോലെ വന്നെങ്കിൽ പുള്ളിക്ക് മനസ്സിലായി കളിയാക്കിട്ട് കാര്യമില്ല. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അവിടെ ഷൂട്ട് ഇവിടെ ഞാൻ എന്ന് വിളിക്കുമ്പോൾ രേണു ഷൂട്ടിലാണ്. അങ്ങനെ ഒരാൾ അവിടെ ചെന്നിട്ട് അയ്യോ വയ്യ വയ്യ വയ്യ. ഇവൻ രണ്ടു മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് സങ്കടം വരുന്ന രേണു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. പിന്നെ ഹെയറിന്റെ കുറെ പ്രോബ്ലം അത് ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എങ്ങനെയും ഇവിടുന്ന് ചാടിപ്പോയാൽ മതി, നാളെ കിട്ടുന്ന ആറിയില്ല, എവിടെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒറ്റ ചിന്ത. അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും. സുധിയേട്ടൻ അറിഞ്ഞ സുധിയേട്ടന്റെ കാര്യങ്ങളും സുധിയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു ഇതാണ്. ഇപ്പൊ ഞാനും ഒരു വൈഫാണ്. ഓക്കെ, എല്ലാ സ്ത്രീകൾക്കുള്ള ഒരു സാധനമാണ് നമ്മുടെ പേരിൽ നമ്മുടെ ഐഡന്റിറ്റിയിൽ നമ്മൾ അറിയണം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ലേ ഇത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഒരു പ്ലാനിങ്ങോട് കൂടി പോയതല്ല, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ചെയ്തു. 1 മാസം 35 ദിവസം ചെയ്തു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം എല്ലാവരും പറഞ്ഞ അങ്ങോട്ട് കയറലാണ്, കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അങ്ങനെയല്ല, അവര് സ്നേഹിച്ചു പോയത് അവരുടെ കുഴപ്പം. ഞാൻ പറഞ്ഞില്ലല്ലോ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അപ്പൊ എങ്ങനെയാ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?